എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സാധാരണ നമ്മൾ എല്ലാ കേക്കിൻ്റെയും ചെയ്യുന്ന പോലെ ഓവൻ ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് 1.25 ഗ്ലാസോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 250 ml കപ്പിൽ കറക്റ്റ് 1.25 കപ്പോളം വരുന്ന മൈദ എടുക്കുക. ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 250 ml അളവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ 1.25 ഗ്ലാസോളം വരുന്ന മൈദ എടുത്തിട്ട് ഒരു അരിപ്പയിൽ കൂടി നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതേപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, പിന്നെ ഈ ഒരു കേക്കിന്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുകയും ചെയ്യും. നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഒരു 3 തവണ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരിച്ചെടുക്കാം. ഇനി ഇതേ മറ്റൊരു പാത്രത്തിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഈ ഒരു പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം, ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് 2 കോഴിമുട്ട മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു വാനില എസൻസും കൂടി ചേർത്തിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ നമ്മുടെ കേക്കിന് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് വാനില എസൻസ് നമ്മൾ ഈ ഒരു മുട്ടയിലോട്ട് ചേർത്തിട്ട് തന്നെ ഈ ഒരു മുട്ട നന്നായിട്ട് അങ്ങോട്ട് പതപ്പിച്ചിട്ട് എടുക്കുന്നത്. മുട്ട നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഏത് ഗ്ലാസ്സിലാണോ മൈദ അളന്നെടുത്തിട്ടുള്ളത് അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർക്കാതെ പൊടിച്ചിട്ടുള്ള പഞ്ചസാര 3/4 ഗ്ലാസ്, കറക്റ്റ് 3/4 ഗ്ലാസ് ഇല്ല, എന്നാൽ 1/2 ഗ്ലാസ്സിനേക്കാളും ഇച്ചിരി ഒന്ന് കൂടുതൽ കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര എന്നുള്ളത് ഈ ഒരു കേക്കിന് കണക്കായിട്ടുള്ള മധുരമാണ് കേട്ടോ. അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കാതെ 2 ട്രിപ്പായിട്ട്, അതായത് കുറച്ചായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ഗ്ലാസ് അളവിൽ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയൊന്നും എടുത്തൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ കറക്കിയെടുക്കാൻ പാടില്ല. 1 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് ഈ ഒരു മിക്സിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിടാതെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ബലം കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു സൈഡിലോട്ട് മാത്രം ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി മിക്സ് ചെയ്യുന്ന സമയത്ത് മാവ് ഒരുപാട് കട്ടിയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. പാൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ ഒരു കേക്കിൽ കളറിന് പകരമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 ടീസ്പൂൺ അളവിൽ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ആണ് കേട്ടോ. നിങ്ങൾ ഹോം ബേക്കേഴ്സ്, അതായത് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ ഈ ഒരു ഫുഡ് കളറിന് പകരമായിട്ട് നമ്മൾ ഇത് തന്നെ ചേർത്ത് കൊടുക്കായിരിക്കും കൂടുതൽ നല്ലതുണ്ടാകുക. പിന്നെ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റെഡ് കളർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, അത് തന്നെ ചേർക്കുക കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഫുഡ് കളർ ചേർക്കാത്തതാണ്. ഈ ഒരു കേക്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത കാരണം ഒരിക്കലും നമ്മുടെ കേക്കിന് ആ ഒരു ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ വരില്ല. ആ ഒരു കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട. പിന്നെ നിങ്ങൾ ഫുഡ് കളർ ചേർക്കണോ അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഈ ഒരു ജ്യൂസ് ചേർക്കണോ എന്നുള്ളത്
നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു 4 ടീസ്പൂൺ അളവിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമ്മുടെ കേക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. കറക്റ്റ് ഇത് ഈ ഒരു പരുവം. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബാറ്ററും നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ കേക്കിൻ്റെയും ചെയ്യുന്ന പോലെ ഈ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു റിങ്ങിൻ്റെ മുകളിൽ നമ്മൾ കേക്കിൻ്റെ ഈ ഒരു ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ടിന്ന് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായിട്ട് കിട്ടും. ഇനി ഈ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പിട്ടിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 35 മിനിറ്റ് കേട്ടോ നമുക്ക് കേക്ക് നന്നായിട്ട് അങ്ങോട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ കേക്കിൻ്റെ മുകളിൽ കേക്ക് നന്നായിട്ട് സോക്ക് ആവാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു കേക്കിൽ ഞാനിവിടെ ഈ ഒരു ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് സിറപ്പാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇത് ഒരു 1/2 കപ്പ് അളവിൽ സാധാരണ പാൽ, അതായത് നല്ല തണുത്തിട്ടുള്ള പാല് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ ഒരു കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീമും ഈ ഒരു പാലും മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം, നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടി, അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതെടുക്കണമെന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മിൽക്ക് മേഡ് എടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടീസ്പൂൺ അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിച്ചിട്ടുള്ള പഞ്ചസാര തന്നെ ചേർക്കുക. എങ്കിലേ നമ്മുടെ ഈ ഒരു പഞ്ചസാര കറക്റ്റായിട്ട് ഈ ഒരു മിക്സിൽ അങ്ങോട്ട് നന്നായിട്ട് അലിഞ്ഞു ചേരുള്ളൂ കേട്ടോ. അതുകൊണ്ട് 3 ടീസ്പൂൺ അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാര. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു മിക്സ് ആദ്യം അങ്ങോട്ട് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിനായിട്ട് ഇത് ഒരു 3-4 പീസ് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റുള്ള ഏത് ചോക്ലേറ്റ് എടുക്കാം, മിൽക്കി ബാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ. അപ്പോൾ ഇതൊരു 3-4 പീസ് വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 1/4 കപ്പ് അളവിൽ നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തെ ഈ ഒരു സമയം കൊണ്ടൊക്കെ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് അത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് അത് 3 ലെയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീമും ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ബോർഡിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഈ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാനത് നൂല് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോയതാണ് കേട്ടോ. ഇനി ഇത് ഈ ഒരു സിറപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് മിൽക്ക് സിറപ്പ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സിറപ്പിന്. നമ്മൾ ഇനി കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ളൊരു സിറപ്പ് റെഡിയാക്കി എടുക്കും നോക്കൂ, നമ്മുടെ ആ ഒരു കേക്കിന് വേറെ തന്നെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു മിൽക്ക് സിറപ്പ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കേക്ക് കംപ്ലീറ്റ് ആയിട്ട് സോക്ക് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സിറപ്പ് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കേക്ക് ലെയർ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് സിറപ്പ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് സോക്ക് ആവുന്ന വിധത്തിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ 3ാമത്തെ ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മുടെ മിൽക്ക് സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക.
എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കേക്ക് കോട്ടാവുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മുടെ എല്ലാ കേക്കിൻ്റെ റെസിപ്പിയിൽ ചെയ്യുന്ന പോലെ വിപ്പിംഗ് ക്രീം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഒന്ന് എടുത്ത് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആ മുകളിൽ പൊങ്ങി വന്ന ഭാഗം ഞാനൊന്ന് കേക്കിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കേക്കിൻ്റെ പൊടി ഉണ്ടല്ലോ, ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കാർഡൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കേക്കിൻ്റെ സൈഡിലായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി ഇതുപോലെ ഒരു കുഞ്ഞു ഫ്ലവർ ഞാൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഇതിന് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അതുപോലെ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു കേക്കിൻ്റെ ചുറ്റുമായിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ ഇതുപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കേക്കിൻ്റെ പൊടി കുറച്ചൊന്ന് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അത് പതുക്കെ ഈ ഒരു കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു മിൽക്ക് സിറപ്പിലൊക്കെ സോക്കായിട്ടുള്ള കേക്കാണ് കേട്ടോ. കളറിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ ഞാനത് പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല സോക്കായിട്ടിരിക്കുന്ന കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ചാനലിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല വായിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കേക്കാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് Simna's Food World. Bye bye.